A conical fireworks is base diameter 10 centimeter and height 12 centimeter. 10,000 such fireworks are to be wrapped in a color paper. The price of the color paper is 2 rupees per square meter. What is the total cost? അതായത് വൃത്തസ്തൂപികയുടെ ആകൃതിയിലുള്ള ഒരു പൂക്കുറ്റിയുടെ പാദവ്യാസം 10 സെന്റിമീറ്റർ, ഉയരം 12 സെന്റിമീറ്റർ. ഇത്തരത്തിലുള്ള 10,000 പൂക്കുറ്റികളുടെ പുറം ഭാഗം മുഴുവൻ വർണ്ണക്കടലാസ് ഒട്ടിക്കണം. ഒരു ചതുരശ്ര മീറ്ററിന് 2 രൂപയാണ് വില. ഇതിന് ആകെ എത്ര രൂപ ചെലവാകും? വൃത്തസ്തൂപികയുടെ ആകൃതിയിലുള്ള ഒരു പൂക്കുറ്റിയാണ്. അതിന്റെ പുറം ഭാഗം മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വർണ്ണക്കടലാസ് ഒട്ടിക്കണം. അതിന്റെ പുറം ഭാഗം മുഴുവനായിട്ട് വർണ്ണക്കടലാസ് ഒട്ടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയയിൽ ഒട്ടിക്കണം, അതിന്റെ ബേസിൽ ഒട്ടിക്കണം. അതായത് ഇങ്ങനെയാണ് ആ പൂക്കുറ്റി വരിക. അതിന്റെ താഴ്ഭാഗത്തും ഒട്ടിക്കണം, അതിന്റെ കർവ്ഡ് സർഫസിൽ ഒട്ടിക്കണം. അപ്പൊ നമുക്ക് ടോട്ടൽ എന്ത് കാണണം? ടോട്ടൽ സർഫസ് ഏരിയ കാണണം. നമുക്ക് എന്ത് കാണണം? ടോട്ടൽ സർഫസ് ഏരിയ കാണണം അല്ലെ? താഴ്ഭാഗവും വേണം, വക്രതല പരപ്പളവും വേണം. അപ്പൊ സർഫസ് ഏരിയ കാണണം. അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്നു. എന്താണ്? ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ, പാദപരപ്പളവ് പ്ലസ് വക്രതല പരപ്പളവ്. പാദം എന്ന് പറഞ്ഞ സർക്കിൾ ആണ്. അപ്പൊ πr² പ്ലസ് πrl. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡയമീറ്റർ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? 10ന്റെ പകുതി 5. ഇനി ഹൈറ്റ് തന്നിട്ടുണ്ട് 12 ആണ്. നമുക്കിനി L വേണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു L ഉം H ഉം R ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? L² = R² + H². R എന്ന് പറഞ്ഞാൽ 5 ആണ്, L എന്ന് പറഞ്ഞാൽ 12 ആണ്. അത് കൊടുക്കുക. അപ്പൊ 5ന്റെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്രയാണ്? 5 × 5 25 കിട്ടും. 12 × 12 144. 25 144 കൂട്ടുമ്പോൾ 169 അല്ലെ? ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ 5ഉം 4ഉം കൂട്ടുമ്പോൾ 9, 4ഉം 2ഉം കൂട്ടുമ്പോൾ 6, 169. L² 169 ആണെന്നുണ്ടെങ്കിൽ L എത്രയായിരിക്കും? 169ന്റെ റൂട്ട് എത്രയാ? 13. എത്രയാ? 13. 13നെ 2 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് നമുക്ക് 169 കിട്ടുക അല്ലെ? ഇവിടെ 9ലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ 3ൽ അവസാനിക്കുന്ന സംഖ്യ അല്ലെങ്കിൽ 7ൽ അവസാനിക്കുന്ന സംഖ്യ. ഓക്കെ. പിന്നെ 100 എന്ന് പറയുമ്പോൾ 10ന്റെ മേലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ 13 അല്ലെങ്കിൽ 17. 13 × 13 ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് 169 കിട്ടും. അപ്പൊ നമുക്ക് L കിട്ടി. ഓക്കെ, L കിട്ടി. ഇനി നമുക്ക് സർഫസ് ഏരിയയിൽ കൊടുക്കാം. πr² + πrl. R എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ π × 5² + π × 5 × 13. 5ന്റെ സ്ക്വയർ 25 ആണ്. 5 × 13 ചെയ്യാം. 3 5 15 ഇതാ. 13 15 ക്ക് 5 ഇഷ്ടം 1 5 5 6 65. then 65 25 കൂട്ടുമ്പോൾ 5 5 10, 6 2 8 1 9, 90 π എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ വിലയാണ് കാണേണ്ടത്. അതായത് 90 π ഇത് ഒരു ഫയർ വർക്ക് ആണ് കേട്ടോ. ഈ ഒരു ഫയർ വർക്കിന്റെ ഏരിയ എന്ന് പറയുന്നത് 90 π ആണ്. അപ്പൊ നമ്മൾ ഈ പൈക്ക് വാല്യൂ കൊടുക്കണം. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വില കാണാനാണ്. കാരണം പൈക്ക് വാല്യൂ കൊടുത്താലേ നമുക്ക് കറക്റ്റ് എമൗണ്ട് എത്രയാണെന്ന് കിട്ടുള്ളൂ. പൈയുടെ വാല്യൂ ആയ 3.14 നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പൊ പൈയുടെ വാല്യൂ ആയ 3.14 കൊടുക്കുക. അപ്പൊ 314നെ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 314നെ നമ്മൾ എന്ത് ചെയ്യണം? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. പോയിന്റും കളയാം, 0യും കളയാം. 314നെ നമ്മൾ എന്ത് ചെയ്യാം? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 9 36 അല്ലെ? ശിഷ്ടം 3 വരും. 1 9, 9 3 12. ശിഷ്ടം 1, 3 27 1 28. ഇനി നമ്മളിവിടെ ഒരു 0 കളഞ്ഞല്ലോ. ആ 0 ഇട്ട് കൊടുക്കുക. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ട്? 2 സംഖ്യ. അപ്പൊ ഈ ഇവിടുന്ന് ഉണ്ട് 1 2 282.6 എന്ന് കിട്ടും. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന 0നെ നമുക്ക് കളയാം. അപ്പൊ 282.6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത് ഒരു ഫയർ വർക്കിന്റെ ഏരിയ ആണ് അല്ലെ? അത്തരത്തിൽ എത്ര ഫയർ വർക്ക് ഉണ്ട്? 10,000 ഫയർ വർക്ക്സ് ഉണ്ട്. അപ്പൊ 282നെ 16 കൊണ്ട് ഗുണിക്കണ്ടേ അല്ലെ? അപ്പൊ 282.6 × 10,000 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ചതുരശ്ര മീറ്ററിനാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ സെന്റിമീറ്റർ സ്ക്വയറിന് എന്ത് ചെയ്യണം? മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണം. സെന്റിമീറ്ററിനെ മീറ്റർക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. 100
സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 200 സെന്റിമീറ്റർ ആണ് എന്ത് 2 മീറ്റർ. അപ്പൊ മീറ്ററിനെ സെന്റിമീറ്റർക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 1 100 2 മീറ്റർ 200 സെന്റിമീറ്റർ ആവും, 3 മീറ്റർ 300 സെന്റിമീറ്റർ ആവും. അപ്പൊ മീറ്ററിനെ സെന്റിമീറ്റർക്ക് ആക്കാൻ എന്ത് ചെയ്യണം, 100 കൊണ്ട് ഗുണിക്കണം. തിരിച്ച് സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാനോ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100/100 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, 100 സെന്റിമീറ്റർ 1 മീറ്റർ ആയത് എങ്ങനെയാ, 100/100 ആണ് അല്ലെ. 100/100 ചെയ്യുമ്പോഴാണ് അത് 1 കിട്ടുന്നത്. അതേപോലെ 200 സെന്റിമീറ്റർ 2 മീറ്റർ ആവുന്ന എപ്പോഴാ, 200/100 ചെയ്യുമ്പോഴാണ് 2 ആവുന്നത് അല്ലെ. അപ്പൊ ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെന്റിമീറ്റർ ഉണ്ട്. 1 സെന്റിമീറ്ററിനെ മാറ്റാൻ 100, അപ്പൊ 2 സെന്റിമീറ്ററിനെ മാറ്റാൻ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അഥവാ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടത്തെയും 10,000 എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. ബാക്കി എത്ര ഉണ്ടാവും, 282.6 മീറ്റർ സ്ക്വയർ. 282.6 മീറ്റർ സ്ക്വയർ. ഇതാണ് 10,000 ഫയർ വർക്സിന്റെ ഏരിയ. ഇനി ഒരു ഫയർ വർക്കിന് 2 രൂപ. അപ്പൊ ഇത്രയും ഫയർ വർക്കിനോ ഇതിന് 2 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഒരെണ്ണത്തിന് 2 രൂപയാണെന്നുണ്ടെങ്കിൽ 1 മീറ്റർ സ്ക്വയർ, ഒരെണ്ണത്തിനല്ല 1 മീറ്റർ സ്ക്വയറിന് 2 രൂപയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മീറ്റർ സ്ക്വയറിന് എത്രയായിരിക്കും, ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അപ്പൊ ഇതിനെ 2 ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 565.2 അല്ലെ. 2 6 12 2 ഇഷ്ടം 1, 2 2 4 1 5, 2 8 16 6 ഇഷ്ടം 1, 2 2 4 1 5, 565.2, കാരണം പോയിന്റ് കഴിഞ്ഞൊരു സംഖ്യ ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ പോയിന്റ് വരും. 565 രൂപയും 20 പൈസയും. ഓക്കെ, അപ്പൊ എത്ര രൂപ ചെലവാകും, 565.2 രൂപ. ഓക്കെ, ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റുന്നത് ശരിക്കും പഠിച്ചു വെക്കുക കേട്ടോ. 1 സെന്റിമീറ്ററിനെ മാറ്റാൻ 100 കൊണ്ടാണ്. സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സെന്റിമീറ്റർ ഉണ്ട്, അപ്പൊ 2 100, അപ്പൊ 10,000. ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റാൻ നമുക്ക് ഒരുപാട് വരും. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റാൻ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.